ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് സുഖമാണ്. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വർത്താനം? അപ്പോൾ ഞങ്ങളിന്നൊന്ന് പുറത്ത് പോവുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് പുറത്ത് പോവാൻ. അപ്പോൾ ദൂരയാത്രയൊന്നല്ല, ചെറിയ വണ്ടൂർ പോവാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്രയിലാണ്. ഞങ്ങൾ മോളെ കുട്ടീനെ കാണാൻ പോവുക കേട്ടോ. ഒന്ന് കണ്ടു പോരാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഞങ്ങൾ വണ്ടൂരൊക്കെ പോയി എന്ന് ഞാൻ തേങ്ങ വെയിലത്തിട്ടതാണ് കേട്ടോ, ഉണങ്ങാൻ, വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ഒരു ഭാഗത്ത് ഒരു ഷീറ്റിൽ ഹേസൽനട്ട് ഞാൻ വെയിലത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തുമെന്ന് കായ പറിച്ചുകൊണ്ട് അത് വെയിലത്തിട്ടാണ്. അതിൻ്റെ ആ സീഡ്സൊക്കെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഇങ്ങനെ വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് എടുക്കണം. ഇപ്പം അങ്ങനെ വെയിലത്തിട്ടപ്പോൾ 2 ദിവസമായപ്പോൾ അതിനെ ഇങ്ങനെ ഇതുപോലെ പൊളിച്ചിട്ട് കിട്ടണമൊക്കെ ഉണ്ട്. മറ്റേത് കിട്ടൂലായിരുന്നു. അപ്പോൾ എല്ലാം വെയിലത്തിട്ട് ഉണക്കി അതിങ്ങനെ പൊളിച്ചെടുക്കണേ. ഇപ്പോൾ കണ്ട തൊലിയൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉണക്കി എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമാകുമ്പോൾ കടല വറുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കാം. പിന്നെ നമുക്ക് ന്യൂട്ടല ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കടല ഉപയോഗിക്കണ മാതിരി തന്നെ അത് ഉപയോഗിക്കാം. അപ്പം ഞാനത് ഉണക്കിയെടുക്കുകയാണ്. നമ്മൾ വാങ്ങിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഇത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ, ആ ഒരു സാധനമാണ് കേട്ടോ ഇത്. ബദാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്, എല്ലാവരും കഴിച്ച് കാണും. അപ്പോൾ ഞാൻ ഓരോന്നും അതിൻ്റെ തോടൊക്കെ പൊറുക്കി കളയാണ്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അതുണ്ടാവുക, കാണുന്നില്ലേ?
ഇതിന് ഭയങ്കര ഉറപ്പാണ് ആ തോടിന്. ആ തോടിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ആ സീഡ്സിനെ സംരക്ഷിക്കാൻ ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. കാണുന്നുണ്ടോ? അതുപോലെയാണ് അത് ഉണ്ടാവൽ. ഇതിപ്പോൾ ഞാൻ ഒരു 4-5 മണിക്ക് പുറത്തിറങ്ങിയപ്പോൾ കോഴിക്കളെ എല്ലാം പാടെ ഓടി വന്നതാണ് അവർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ വീട്ടിലൊരു 5-6 കോഴിക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നാടൻ മുട്ടൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുക. നല്ലതാണല്ലോ, ആവശ്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളൊന്നും നാടൻ മുട്ടൊന്നും കഴിക്കൂല. പിന്നെ ഇത് ഞാൻ കക്കരിക്ക ഉണ്ടാക്കിയതാണ് കേട്ടോ, കുക്കമ്പർ. പിന്നെ എൻ്റെ വഴുതനങ്ങയാണത്. അപ്പോൾ വഴുതനങ്ങ പറിക്കാനായിട്ടുണ്ട്. 2-3 എണ്ണം പറിക്കാനുണ്ട്. അപ്പോൾ ഇത് പറിക്കട്ടെ എന്ന് വിചാരിച്ചിറക്കിയതാ. നനക്കും വേണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. നിറയെ വാടൽ രോഗം വരികയാണ് വഴുതനങ്ങൾക്കൊക്കെ. എന്താണെന്നറിയില്ല. ഞാൻ കഞ്ഞിവെള്ളം തെളിച്ചു കൊടുക്കും, പെപ്സി തെളിച്ചു കൊടുക്കും. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞൊട്ടാഞ്ഞൊടിയൻ എന്നൊക്കെ പറയും, ഞൊട്ടങ്ങ എന്നൊക്കെ പറയും. അത് ഞാൻ അതിൽ 2-3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലത് പഴുത്തിട്ടുണ്ട്. നല്ല രസമാണ് കഴിക്കാൻ. പിന്നെ ഇപ്പം ഞാൻ രാത്രികൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ച് ചെറിയൊരു അൽഫാം, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അൽഫാം. അപ്പോൾ ഞാൻ ഇനി ഒരു അരപ്പ് തയ്യാറാക്കാണ്. അൽഫാം പോലെ ഒരു പൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, വൈകുന്നേരത്തിനാണ്. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആഫ്രിക്കൻ മല്ലി, കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ചിട്ടിട്ടുള്ളൂ കേട്ടോ, ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ തൈരാണ്, ഒരു 4 സ്പൂണ്, ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇനി എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെ ചിക്കൻ പീസൊക്കെ ഒന്ന് ഈ അമ്മിക്കുട്ടി കൊണ്ടിങ്ങനെ കുത്തി കൊടുക്കുക. കണ്ടോ, പരന്ന് കിട്ടി. ഇതുപോലെ ഒന്ന് വരിഞ്ഞും കൊടുക്കുക. ആദ്യം ഇങ്ങനെ കുത്തി പരത്തിയിട്ട് വേണം വരിഞ്ഞ്. എല്ലിൻ്റെ പീസിനെ കുത്താൻ പറ്റില്ല കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായി. ഇനി നമ്മൾ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, എല്ലാം ഇതുപോലെ ആക്കിച്ചിട്ട് ഇനി നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. നമുക്ക് ആവശ്യമാകുമ്പോൾ പൊരിച്ചെടുക്കുക. നല്ലോണം എണ്ണയിലിട്ട് പൊരിക്കണ്ട കേട്ടോ. മെല്ലെ കുറച്ച് എണ്ണ വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ച് ചെറിയ തീയിലാക്കിയിട്ട് വെച്ച് പിന്നെ വേണമെങ്കിൽ ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് പുകയ്ക്കുക. നമ്മളെ വീട്ടിലെ അൽഫാം റെഡിയാവും. എന്നും പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കാം.
അപ്പം ഞാനിതെല്ലാം തേച്ചുകൊണ്ട് ഇതിനൊരു പാത്രത്തിലിട്ടിട്ട് ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാൻ. അപ്പം ഇനി ഇത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവറിൽ പൊരിച്ചാലും മതി, ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തേച്ച് വെച്ച ചിക്കന് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അൽഫാമൊക്കെ റെഡിയായി. ഇനി ലുല്ലുമോള് സൂറത്തിൻ്റെ നെയിം പറയുന്നത് കേട്ടോളിട്ടോ. ഫാത്തിഹ, അൽ ബഖറ, ആൽ ഇംറാൻ, അനീസ, മാഇദ, ആല, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, യൂസഫ്, ലദ്ദ്, ഇബ്രാഹിം, ഹിദ്, നഹ്ല്, ഇസ്ഹാഖ്, കൗസർ, മറിയം, ത്വാഹ, അംബിയ, ഹജ്ജ്, മംനം, നൂർ, ഫുർഖാൻ, സൂറ, നംൽ, അസസ്, അൻകബൂത്ത്, ലൂം, ലഖ്മ, സദദ, അലബി, വൽഫത്ഹ്.